ഉയിരിലലിയാൻ. രചന സംഭാഷണം രുദ്രപ്രിയ. രാത്രിയിൽ കൺമണിക്ക് നല്ല വേദനയായിരുന്നു. കാശി നഴ്സിംഗ് റൂമിൽ പോയി പറഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് നോക്കി. വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ കൂടി കൊടുത്തു. കുഞ്ഞുങ്ങൾ രണ്ടുപേരും എന്തോ വലിയ ശല്യത്തിന് നിൽക്കാതെ സുഖമായി ഉറങ്ങി. ഇടയ്ക്ക് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയായി ഉണർത്തി രാഗിണിയും ജയശ്രീയും കൺമണിയെ പാല് കൊടുക്കാൻ സഹായിച്ചു. ഇന്ന് കൺമണിക്ക് ഡിസ്ചാർജ് പറഞ്ഞിരിക്കുന്ന ദിവസമാണ്. എന്നാൽ രാവിലെ മുതൽ കുഞ്ഞുങ്ങൾക്ക് ചെറിയ തോതിൽ പനിയുണ്ട്. അതുകൊണ്ട് ഡിസ്ചാർജ് മാറ്റിവെച്ചു. കുഞ്ഞുങ്ങൾക്ക് പനിയാണെന്ന് കേട്ടപ്പോൾ കാശിക്ക് ആകെ സങ്കടമായി. എന്നാൽ ഇതൊന്നും അത്ര വലിയ കാര്യമുള്ളതല്ല എന്ന് പറഞ്ഞ് എല്ലാവരും കാശിയെയും കൺമണിയെയും സമാധാനിപ്പിച്ചു. 9ാമത്തെ ദിവസമായാണ് അമ്മയും മക്കളും തിരികെ കുന്നത്തെത്തിയത്. രാധയാണ് ആരതി ഒഴിഞ്ഞ അമ്മയെയും മക്കളെയും അകത്തേക്ക് കയറ്റിയത്. കുഞ്ഞുങ്ങളെ അമ്മയുടെ മടിയിൽ വെച്ച് കൊടുക്കുമ്പോൾ കാശിയുടെ കണ്ണ് അറിയാതെ നിറഞ്ഞുപോയി. എങ്ങനെ അവസാനിക്കുമായിരുന്ന ജീവിതമായിരുന്നു തൻ്റേത്. അമ്മയുടെയും അമ്മാവൻ്റെയും നിർബന്ധത്തിന് വഴങ്ങി കൺമണിയെ തൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുമ്പോൾ ഇത്രയും ഭംഗിയുള്ളതാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഇത്രയും നല്ലൊരു ജീവിതം തനിക്കായി തിരഞ്ഞെടുത്ത് തന്ന അമ്മാവനോടും അമ്മയോടും എന്തെന്നില്ലാത്ത നന്ദിയും കടപ്പാട് സ്നേഹവും ഒക്കെ അവന് തോന്നി. അവൻ്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് പോലും വയ്യാത്ത അവസ്ഥ. സിസേറിയൻ ആയിരുന്നതുകൊണ്ട് താമസിച്ചാണ് കൺമണിയുടെ വേദുകുളിയും മറ്റും തിരഞ്ഞെടുത്തത്. അതിനുവേണ്ടി രാഗിണിയുടെ ഏർപ്പാടിൽ തന്നെ ഒരാളെ ജോലിക്കായി നിയമിച്ചു. 16ാം ദിവസമാണ് വേദുകുളിയും. ജയശ്രീയും ഭവാനിയും എല്ലാം കൺമണിയോടൊപ്പം സദാസമയമുണ്ട്. കുഞ്ഞുങ്ങളുടെ കരച്ചിലും ചിരിയുമായി കുന്നത്ത് വീട് സദാ ശബ്ദമുഖരിതമായി. കൺമണിയുടെ പ്രസവം കൂടി കഴിഞ്ഞാൽ കാശിക്ക് പോകണമെന്ന് തീരുമാനിച്ചിരുന്ന അമ്മാവൻ പോലും ആ യാത്ര കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ മാറ്റിവെച്ചു. ഇപ്പോൾ സദാസമയവും കുഞ്ഞുങ്ങളുടെ ഒപ്പമാണ്. ഇതിനിടയിൽ രാധ തിരികെ പോയി. നൂലുകെട്ടിൻ്റെ തലേ ദിവസം തന്നെ വരാമെന്നുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടാണ് അവൾ തിരികെ വീട്ടിലേക്ക് പോയത്. ഇന്നാണ് കാശിയുടെയും കൺമണിയുടെയും കുഞ്ഞുങ്ങളുടെ നൂലുകെട്ട്. വീടിന് മുന്നിൽ വലിയൊരു പന്തൽ തന്നെ ഉയർന്നു. വിവാഹം വലിയ രീതിയിൽ നടത്താത്തത് കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കുറവുകളും നികത്തിക്കൊണ്ടായിരുന്നു നൂലുകെട്ട് ചടങ്ങ് നടത്തിയത്. സ്വന്തക്കാരെയും ബന്ധുക്കളെയും നാട്ടുകാരെയും സുഹൃത്തുക്കളെയും അങ്ങനെ വേണ്ട സകലമാന ആൾക്കാരെയും ക്ഷണിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു വിവാഹത്തിന് വേണ്ട ആൾക്കാർ തന്നെ ഉണ്ടായിരുന്നു ചടങ്ങിന്. രാജീവനും രാധയും രമേശൻ്റെ വധുവിൻ്റെ വീട്ടുകാരും എല്ലാവരും ചടങ്ങിനുണ്ടായിരുന്നു. മുണ്ടും നേരിയതും ഉടുത്ത് നിറയെ മുല്ലപ്പൂവും ചൂടി അതീവ സുന്ദരിയായി കൺമണി നിലവിളക്കിൻ്റെ മുന്നിൽ വന്നിരുന്നു. തൊട്ടടുത്ത് തന്നെ കാശിയും. രാഗിണിയും ജയശ്രീയും ചേർന്ന് കുഞ്ഞുങ്ങളെ കാശിയുടെ മടിയിലേക്ക് വെച്ചു കൊടുത്തു. പുറത്തിനൂലിൽ മഞ്ഞൾ അരച്ച് ചേർത്ത് പിരിച്ചു വെച്ച നൂല് കുഞ്ഞുങ്ങളുടെ അരയിൽ കെട്ടിക്കൊടുത്തത് രാധയായിരുന്നു. ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് കാശിയുടെയും കൺമണിയുടെയും ആരൊക്കെയോ ആയി മാറിയവളാണ് രാധയും രമേശനും രാജീവനുമൊക്കെ. എല്ലാവർക്കും സന്തോഷമായിരുന്നു രാധ ആ ചടങ്ങ് ചെയ്യുന്നതിന്. അതിനുശേഷമാണ് പൊന്നിറഞ്ഞാണം കുഞ്ഞുങ്ങളുടെ അരയിൽ അണിയിച്ചത്. മാലയും വളയും മോതിരവും അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി രണ്ടു പേർക്കും. കുഞ്ഞുങ്ങളുടെ പേര് വിളിക്കുന്ന സമയമായപ്പോൾ കാശിയാണ് മക്കളുടെ ചെവിയിൽ പേര് വിളിച്ചത്. അഗ്നി അഗ്നി അഗ്നി. കുഞ്ഞി ചെക്കൻ്റെ ചെവിയിൽ അഗ്നി എന്ന പേര് വിളിച്ചപ്പോൾ കരച്ചിലടക്കി കിടക്കുന്ന കുഞ്ഞു പെണ്ണിന് സ്വാഹ സ്വാഹ എന്നായിരുന്നു അവളുടെ പേര്. എല്ലാവരുടെയും മക്കളുടെ പേര് വളരെയധികം ഇഷ്ടമായി. വീട്ടിൽ എളുപ്പത്തിൽ വിളിക്കുന്നതിന് ഉണ്ണിയും തങ്കവും. ചടങ്ങുകളൊക്കെ ഒരു ഭാഗത്തു കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഭാഗത്ത് ഭക്ഷണം വിളമ്പുന്ന തിരക്കിലായി. വന്നവരെല്ലാം മക്കൾക്ക് സമ്മാനങ്ങൾ കൊടുത്തു. നിറഞ്ഞ മനസ്സോടെ എല്ലാം അവസാനിച്ചു. അപ്പോഴാണ് കുഞ്ഞുങ്ങൾ അവരുടെ പ്രതിഷേധം തുടങ്ങിയത്. രാവിലെ മുതൽ ഓരോരുത്തരുടെ കയ്യിലായി മാറിയും തിരിഞ്ഞും എടുക്കുന്നത് കാരണം എല്ലാത്തിനോടും പിണക്കവും കരച്ചിലും. പിന്നെ കൺമണിയും രാധയും ജയശ്രീയും ഒക്കെ മാറിയും തിരിഞ്ഞും എടുത്താണ് എങ്ങനെയെങ്കിലും രണ്ടിൻ്റെയും പിണക്കം മാറ്റിച്ചത്. രാവിലെ വരാൻ കഴിയാത്തവർക്ക് വേണ്ടി വൈകുന്നേരം ചെറിയ രീതിയിലുള്ള കാറ്ററിംഗ് ഏർപ്പാട് ചെയ്തിരുന്നു. വൈകുന്നേരം നല്ല രീതിയിൽ ആളുണ്ടായിരുന്നു. പരിപാടികളെല്ലാം കഴിഞ്ഞ് സ്ത്രീജനങ്ങളെല്ലാം അകത്തേക്ക് പോയി. കാശിയും രാജീവനും രമേശനും ബാംഗ്ലൂരിൽ നിന്ന് വിഷുവും എത്തിയിട്ടുണ്ടായിരുന്നു. 4 പേരും കൂടി ചെറിയ തോതിലുള്ള മിനുക്ക് പരിപാടികൾ ആരംഭിച്ചു. എല്ലാം കഴിഞ്ഞ് എവിടെയൊക്കെയോ കിടന്നുറങ്ങി നേരം വെളുപ്പിച്ചു. വിശ്വം രാവിലെ തന്നെ തിരിച്ചുപോയി. രാജീവൻ രമേശനും തിരികെ പോയി. രാധ പിന്നെയും കുറച്ച് ദിവസം കൂടി നിന്നിട്ട് പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇനി ഇതുപോലെയൊന്നും നിൽക്കാൻ രാധയ്ക്ക് കഴിയില്ല. കാരണം അടുത്ത മാസം രാധയുടെയും രാജീവൻ്റെയും വിവാഹ നിശ്ചയമാണ്. ഇനി അതിൻ്റെ തിരക്കിലാവും എല്ലാവരും.
ഇതിനിടയിൽ വൈദ്യർ മഠത്തിൽ നിന്ന് ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൺമണിയുടെ പ്രസവവും അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഒക്കെയായി നടന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടേക്ക് പോകാനോ കാര്യങ്ങൾ അന്വേഷിക്കുവാനോ ഒന്നും സമയം കിട്ടിയില്ല. അതിൽ കാശിക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്തായാലും ഡോക്ടർ വിളിച്ചത് എന്താണെന്ന് രമേശിനെയും കൂട്ടിപ്പോയി അറിയാമെന്ന് കാശി വിചാരിച്ചു. വൈദ്യർമഠത്തിലേക്കുള്ള യാത്രയും തുടങ്ങി. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച കാശി ഞെട്ടി നിന്നു. വൈദ്യർമഠത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ മുഴുവൻ പ്രകാശപൂരിതമായിരുന്നു. കാശി കാർ പാർക്ക് ചെയ്തതും രാജീവിനെയും കൂട്ടി ഇറങ്ങി. അപ്പോൾ കണ്ട കാഴ്ചയിൽ കണ്ണുകൾ തറഞ്ഞു നിന്നു. മുറ്റത്ത് തയ്യാറാക്കി നിലവിളക്കിൽ തിരിതെളിയിക്കുന്ന കുട്ടൻ. ആ കാലുകളുടെ ചലനം നോക്കി അങ്ങനെ നിന്നുപോയി കാശി. ആഹാ, താനെന്താടോ വന്ന പോടെ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്നത്? ഇങ്ങടുത്തേക്ക് വാ. അകത്തിരുന്ന് വൈദ്യർ വിളിക്കുമ്പോൾ കാശിയുടെ കാലുകൾക്ക് വേഗതയേറി. അതിശയം തോന്നുന്നു വൈദ്യരെ, ഇത്രയും പെട്ടെന്ന് കുട്ടൻ എണീറ്റോ? സന്തോഷം കൊണ്ട് വാക്കുകൾ പുറത്തേക്ക് വന്നില്ല കാശിയുടെ. എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും, അതിനാരും ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. കുട്ടനും അപ്പോഴേക്കും കാശിയുടെ അടുത്തേക്ക് വന്നു. കാശി വിളിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ഇരുവരും അല്പനേരം അങ്ങനെ നിന്നു. ഈ ജന്മം വിചാരിച്ചതല്ല ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമെന്ന്. അതിന് വഴിവെച്ചത് നീയാണ്. കാശിയോട് എത്ര നന്ദി പറഞ്ഞിട്ടും കുട്ടന് മതിയാകുന്നുണ്ടായിരുന്നില്ല. കെട്ടിപ്പിടുത്തവും നന്ദി പറച്ചിലും കഴിഞ്ഞെങ്കിൽ ഇങ്ങ് വരാം രണ്ടാൾക്കും. ഡോക്ടർ കളിയായി പറഞ്ഞതും രണ്ടുപേരും അകത്തേക്ക് കയറി. മക്കൾ സുഖമായിരിക്കുന്നോ കാശി? കുട്ടൻ തിരക്കി. കണ്ണനും മക്കളും സുഖമായിരിക്കുന്നു. ജയശ്രീ ചേച്ചി അമ്മയും കുന്നത്തുണ്ട്. എണീറ്റ് നടന്നതേ ഉള്ളൂ. പതുക്കെ നോക്കണം. 2 മാസത്തിലൊരിക്കൽ ഇവിടെ വരണം. പിന്നെ മക്കൾ സുഖമായിരിക്കുന്നോ കാശി? കുട്ടൻ തിരക്കി. കണ്ണനും മക്കളും സുഖമായിരിക്കുന്നു. ജയശ്രീ ചേച്ചി അമ്മയും കുന്നത്തുണ്ട്. എഴുന്നേറ്റ് നടന്നതേ ഉള്ളൂ. പഥ്യമൊക്കെ നോക്കണം. 2 മാസത്തിലൊരിക്കലെങ്കിലും ഇവിടേക്ക് വരണം, വൈദ്യർ കുട്ടനോട് പറഞ്ഞു. പിന്നെ കാശിയുടെ നേർക്ക് തിരിഞ്ഞു. കാശിയുടെ മക്കൾ സുഖമായിരിക്കുന്നു? ഡോക്ടറും വൈദ്യരും ഒന്നുപോലെ ചോദിച്ചു. സുഖമായിരിക്കുന്നു. ഇനി അങ്ങോട്ട് നല്ല സമയമാണ്, എങ്കിലും സൂക്ഷിക്കണം. എന്തൊക്കെയോ ചില ദുസൂചനകൾ കാണുന്നു. ഇപ്പോൾ സമയമായിട്ടില്ല പറയാൻ. വൈദ്യരുടെ ആ സംസാരം കേട്ടപ്പോൾ കാശിയുടെ മനസ്സിൽ മുള്ളു കുറയതുപോലെ വേദനിച്ചു. സങ്കടം വേണ്ട, എല്ലാത്തിനും കരുതൽ വേണം. പുതിയ ബന്ധങ്ങളിൽ സൂക്ഷിക്കുക. കാശിയുടെ മനസ്സ് കുഴഞ്ഞു മറിഞ്ഞു. അത് മനസ്സിലാക്കിയ പോലെ വൈദ്യർ അവൻ്റെ കൈ കൂട്ടിപ്പിടിച്ചു. ആര് വിചാരിച്ചാലും നിന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മരിച്ചുപോയൊരു ആത്മാവ് നിനക്ക് കൂട്ടായുണ്ട്. മാത്രവുമല്ല, താലി കെട്ടി കൂടെ കൂടിയ നിൻ്റെ പാതി നിന്നെ ഒരു ശക്തിക്കും വിട്ടുകൊടുക്കില്ല. ആ ഭയം വേണ്ട. എന്നാൽ ജാഗ്രത വേണം. എവിടെയാ കാശിയേട്ടാ? എത്ര നേരമായി പോയിട്ട്? വെളുപ്പിനെ ഉറങ്ങുന്ന പെണ്ണിനെ ഉണർത്തി യാത്ര പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോഴേ വൈകരുതെന്ന് പറഞ്ഞിരുന്നു. വരുവാ കണ്ണാ, ഇത്തിരി ദൂരമുണ്ട്, അതല്ലേ? തിരികെ ഞാൻ സ്പീഡിൽ ഓടിച്ച് വേഗം എത്താം കേട്ടോ. വേണ്ട, സ്പീഡിൽ ഓടിക്കണ്ട, പതിയെ ഓടിച്ചു വന്നാൽ മതി. ഞാനും മക്കളും കാത്തിരിക്കും. ശരി, ഭക്ഷണം കഴിക്കണം കേട്ടോ, എന്നെ കാത്തിരിക്കരുത്. ഇല്ല, കഴിച്ചോളാം. ഫോൺ വെച്ച് കഴിച്ചപ്പോൾ ഡോക്ടർ കഴിക്കാൻ വിളിച്ചു. പിന്നെ നേരെ ഭക്ഷണം കഴിച്ചു. എന്നാൽ പിന്നെ ഇറങ്ങട്ടെ വൈദ്യരുടെ കൈ കൂട്ടിപ്പിടിച്ച് ചിരിച്ചുകൊണ്ട് കാശി ചോദിച്ചു. ആവട്ടെ. ആ കയ്യിൽ 500-ൻ്റെ ഒരു കെട്ട് നോട്ട് വെച്ച് കൊടുത്തു കാശി. വൈദ്യർ അതവനെ തിരികെ ഏൽപ്പിക്കാൻ നോക്കി. വൈദ്യർ ഇത് മടക്കി തരരുത്, എൻ്റെ സന്തോഷമാണ്. പകരമായി നിങ്ങളുടെ പ്രാർത്ഥനയിലും പൂജയിലും ഞങ്ങളെ കൂടി കൂട്ടിയാൽ മതി. എൻ്റെ കണ്ണനെയും മക്കളെയും കൂടി ഉൾപ്പെടുത്തിയാൽ മതി. അത് മാത്രം മതി ഞങ്ങൾക്ക്. കണ്ണും നിറച്ച് മുന്നിൽ നിന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ തോളിൽ തട്ടി വൈദ്യരുടെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് കാശിയും കുട്ടനും രാജീവനും യാത്രയായി. തിരികെ വരുമ്പോൾ കുട്ടൻ കൺമണിയെയും മക്കളെയും കുറിച്ച് വാതോരാതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിനെല്ലാം ഉത്തരം കൊടുത്തത് കാശിയായിരുന്നു. അങ്ങനെ വീടെത്തിയത് ആരും അറിഞ്ഞില്ല. ഗേറ്റ് കടന്ന് കാശിയുടെ കാറകത്തേക്ക് കയറിയതും കൺമണി വഴിക്കണ്ണുമായി നോക്കിയിരിക്കുന്നത് കണ്ടു. കാറിൽ നിന്ന് കാശി രാജീവനും ഇറങ്ങി. കൺമണിക്ക് തൊട്ട് പിന്നാലെ തന്നെ ഭവാനിയും ജയശ്രീയും ലക്ഷ്മിയും അമ്മയും രാഗിണിയും അച്ഛനും ഒക്കെ പുറത്തേക്ക് വന്നു. കാശിയുടെ തൊട്ട് പിന്നാലെ ഇറങ്ങി വരുന്ന ആളിനെ കണ്ടപ്പോൾ ജയശ്രീയുടെ മുഖം വിടർന്നു. അതേസമയം കൺമണി ചിരിക്കണോ കരയണോ എന്ന് ആലോചിച്ച് അങ്ങനെ നിന്നു. ഒരു നിമിഷം അത്രയേ വേണ്ടി വന്നുള്ളൂ. കാറ്റ് പോലെ പാഞ്ഞു ചെന്ന് കുട്ടനെ കെട്ടിപ്പിടിച്ചു. ഏങ്ങലോടെ അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്തു. തൻ്റെ കുഞ്ഞനിയത്തിയെ ചേർത്ത് പിടിക്കുമ്പോൾ കുട്ടൻ്റെ മിഴികളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എത്ര നേരം വേണ്ടി വന്നു കൺമണി സമാധാനിക്കാൻ. എവിടായിരുന്നു കുട്ടേട്ടാ? എന്താ ഇത്രനാൾ എന്നെ കാണാൻ വരാത്തത്? കണ്ണനെ മറന്നോ? അതോ കണ്ണനെ വേണ്ടാതായോ? ചോദിക്കുമ്പോൾ
ചുണ്ടുകൾ വിതുമ്പിപ്പോയി. എൻ്റെ കണ്ണ, നീ കുട്ടേട്ടനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു ബുദ്ധിമുട്ടിപ്പിക്കല്ലേ. കുട്ടേട്ടൻ ഇനി നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടല്ലോ. നിനക്കിഷ്ടം പോലെ സമയമുണ്ട് ചോദ്യം ചോദിക്കാനും ഉത്തരം കിട്ടാനും ഒക്കെ. അതുകൊണ്ട് ഇപ്പോൾ നീ കുട്ടേട്ടനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ നോക്ക്. കാശി തന്നെയാണ് കൺമണിയെ കുട്ടനിൽ നിന്നും അടർത്തി മാറ്റിയത്. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ജയശ്രീയുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. കുട്ടൻ്റെ ഇടവും വലവുമായി കൺമണിയും ജയശ്രീയും. എല്ലാവരും ആ കാഴ്ച സന്തോഷം നൽകുന്നത് തന്നെയായിരുന്നു. ഇതിനിടയിൽ കുട്ടൻ്റെ ശ്രദ്ധ ലക്ഷ്മിയമ്മയുടെയും രാഗിണിയുടെയും കയ്യിലിരിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് നീണ്ടു. അവൻ്റെ കണ്ണുകൾ വിടർന്നു. ആ പൊന്നോമനകളെ നെഞ്ചോട് വാരി ചേർക്കുമ്പോൾ കുഞ്ഞിലെ തൻ്റെ കൺമണി എങ്ങനെയായിരുന്നു എന്ന് ഒരു വേള കുട്ടൻ ഓർത്തുപോയി. ഏറെ നേരം കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് കുട്ടനിരുന്നു. ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ കാണും. പക്ഷേ ഇപ്പോൾ കുട്ടേട്ടന് റെസ്റ്റ് ആവശ്യമാണ്. കാശി പറയുന്നത് കേട്ടപ്പോൾ കൺമണി കാശിയെ സൂക്ഷിച്ചു നോക്കി. അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ടായിരുന്നു. കാശിക്കത് മനസ്സിലാവുകയും ചെയ്തു. കണ്ണിൻ്റെ സംശയങ്ങളെല്ലാം ഞാൻ തീർത്തു തരാം. ഇപ്പോൾ ഏട്ടൻ പോയി റെസ്റ്റ് എടുക്കട്ടെ. ജയശ്രീ കുട്ടനെയും കൂട്ടി മുറിയിലേക്ക് പോയി. എന്താ കാശിയേട്ടാ ഇവിടെ നടക്കുന്നത്? എല്ലാവരും എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നു. കൺമണി കാശിയെ വിടാനുള്ള ഭാവമില്ലായിരുന്നു. എന്നോട് പറ, എന്താ ഒളിക്കുന്നത്? കണ്ണേ, അവളെ സമാധാനപ്പെടുത്തി കാശി അവളെ അടുത്ത് ചേർത്തിരുത്തി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കുട്ടനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ജയശ്രീയും കൂടെ ഉണ്ടായിരുന്നു. ആക്സിഡൻറ്റ് നേരിൽ കണ്ട ഷോക്കിലാണ് അവരുടെ ശബ്ദം പോയത്. നിനക്ക് കുട്ടനെ കാണണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോഴാണ് ഞാൻ രമേശിനെയും കുട്ടി അന്വേഷിച്ച് ചെന്നത്. എന്നാൽ അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചത്. എൻ്റെ കൺമുന്നിൽ ഇപ്പോഴുമുണ്ട് അന്നത്തെ ആ ദൃശ്യം. തൊഴുകൈകളോടുകൂടിയാണ് ജയശ്രീ എൻ്റെ മുന്നിൽ നിന്നത്. അകത്ത് കയറി കുട്ടനെ കണ്ടപ്പോൾ അതിനേക്കാൾ പരിതാപകരമായിരുന്നു അവസ്ഥ. നിന്നോട് ചെയ്തതും പറഞ്ഞതുമൊക്കെ ഒരു നിമിഷം ഞാൻ മറന്നു കണ്ണാ. നിൻ്റെ ചേട്ടനെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് മാത്രമായി എൻ്റെ ചിന്ത. ഈ ഭൂമിയിൽ എൻ്റെ കണ്ണനെ സ്വന്തമെന്ന് പറയുവാൻ അവസാനത്തെ കണ്ണി. അതുകൂടി വിട്ടുകളയാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് വൈദ്യർ മഠത്തിൽ അന്വേഷിച്ച് ഞാൻ കുട്ടനെ ചികിത്സിക്കാനായി അവിടെ കൊണ്ടുപോയത്. എല്ലാ ചിലവും ഞാൻ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ കുട്ടൻ ആദ്യമൊക്കെ എതിർത്തു. പക്ഷേ ഒടുവിൽ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ഇതിനിടയിൽ ഓരോ മാസവും ഞാൻ കൃത്യമായി ചെന്ന് ചികിത്സയുടെ വിവരങ്ങളും മറ്റും തിരക്കുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം കുട്ടൻ അറിയാനുള്ളത് നിന്നെക്കുറിച്ചും. ഈയൊരു ദിവസത്തിന് വേണ്ടിയാണ് ഇത്രയും നാൾ കാത്തിരുന്നത്. നിൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഇതൊക്കെ നിന്നോട് പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. കുട്ടനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇടുപ്പിന് താഴോട്ട് ചലനശേഷി നഷ്ടപ്പെട്ട് കിടന്ന കുട്ടനെ നിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ആർക്കും ധൈര്യമില്ലായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ കുട്ടനെ നീ കാണുന്നത് പോലും സങ്കല്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് നിന്നെ കാണിക്കാത്തത്. ഇപ്പോഴാണ് ചികിത്സ പൂർണ്ണമായത്. അവിടുന്ന് നേരെ ഇവിടേക്ക് കൊണ്ടുവരുമായിരുന്നു. എല്ലാം കേൾക്കുമ്പോൾ കൺമണിയുടെ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ചാല് തീർത്തൊഴുകി. ബെഡിൽ നിന്നും ഞരങ്ങി കാശിയുടെ കാൽപാദങ്ങളിൽ അമർത്തി കെട്ടിപ്പിടിച്ചു. എല്ലാത്തിനും നന്ദി കാശിയേട്ടാ. ഇതിനു വേണ്ടി എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തത്? അവളുടെ പ്രവൃത്തി കണ്ടപ്പോൾ കാശി ഞെട്ടി. ഞാനല്ലേ കണ്ണാ പുണ്യം ചെയ്തത്? നീ എന്ന പുണ്യത്തെ എനിക്ക് കിട്ടിയില്ലേ? പ്രതീക്ഷ നഷ്ടപ്പെട്ട എൻ്റെ ജീവിതത്തിലേക്ക് മനസ്സ് നിറയെ സ്നേഹവുമായി നീ കടന്നു വന്നില്ലേ? ഇരുളടഞ്ഞു പോയ എൻ്റെ ജീവിതത്തിൽ പുതു വെളിച്ചമായില്ലേ കണ്ണാ നീ? പിന്നെ നമ്മുടെ പ്രണയം, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇതൊക്കെ എൻ്റെ സൗഭാഗ്യമല്ലേ മോളെ? ഇതിലും കൂടുതൽ എനിക്ക് എന്തടി വേണ്ടത്? ഞാൻ സമ്പന്നനാണ് പ്രണയത്താൽ. കൺമണിയെ ചുറ്റിപ്പിടിച്ച് കൊണ്ട് നെഞ്ചോട് ചേർത്ത് അവളുടെ മുഖം മുഴുവനും ചുംബിച്ചു. കണ്ണേ, എൻ്റെ പൊന്നേ, എൻ്റെ എല്ലാം നീയല്ലേ? അവളുടെ പാതി വിടർന്ന ചുണ്ടൽ ചുംബിച്ചു. മതിവരാതെ ഇരുതിളങ്ങളെയും മാറി ചുംബിച്ചു ഭ്രാന്തമായി. ഏറെ നാളുകൾക്ക് ശേഷം തണിഞ്ഞ പെണ്ണിൻ്റെ അടുത്തറിയാൻ വല്ലാത്ത മോഹം തോന്നി കാശിക്ക്. ശരീരം ചൂട് പിടിച്ചപ്പോൾ അവൾ അവനിൽ നിന്നും അകന്നു മാറി. രസച്ചരട് പൊട്ടിയതുപോലെ കൺമണി ചുണ്ടു കൂർപ്പിച്ച് കാശിയെ നോക്കി. ചുണ്ടിനിടയിൽ ചിരി കടിച്ചു പിടിച്ചു നിർത്തി കാശി. പെണ്ണ് കണ്ണു ചിമ്മിക്കൊണ്ട് കാശിയുടെ നെഞ്ചിൽ മുഖമിട്ടൊരസി. എന്നെ സ്നേഹിക്കുക കാശിയേട്ടാ, കൊതിയാവുന്നു. ചുവന്ന് തുടുത്ത മുഖവുമായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ വലിച്ച് നെഞ്ചിലേക്കിട്ടു. കുഞ്ഞിന് ബുദ്ധിമുട്ടാകില്ലേ? കാശി അവളുടെ ചെവിയോരം ചോദിച്ചു. 3 മാസം കഴിഞ്ഞില്ലേ? ഇനി കുഴപ്പമില്ല ആണോ? അവനിൽ നിന്നും മുഖം ഒളിപ്പിക്കുന്നതിന് വേണ്ടി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. മക്കൾ ഉണർന്നാൽ എന്ത് ചെയ്യും കണ്ണാ? 2 പേരും ഇപ്പോൾ പാല് കുടിച്ചുറങ്ങുവാണ്. കാശി അവളെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ചുംബനങ്ങൾ കൊണ്ട് അവളെ ഉണർത്തി. പതിയെ അവളിലെ ഒരേണുവിനെയും തൊട്ടുണർത്തി. വസ്ത്രങ്ങൾ നിലത്ത് ചിതറി വീണു. അവളിലേക്ക് പതിയെ ചേക്കേറി. ഇരുവരുടെയും ശരീരം വിയർപ്പിനാൽ മുങ്ങി. അവളെ ഒട്ടുമേ വേദനിപ്പിക്കാതെ അവളിലേക്ക് അലിഞ്ഞു ചേർന്നു.
എത്ര മാസമായി ഞങ്ങളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാകും. അവിടെയുള്ള വീട് അടച്ചിട്ടിരിക്കുകയില്ലേ? കാശി, ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോട്ടെ? പതിവ് പോലെ ഒരു വൈകുന്നേരം എല്ലാവരും ചായ കുടിച്ചിരിക്കുമ്പോഴാണ് കുട്ടൻ്റെ ഈ പറച്ചിൽ. കുട്ടേട്ടൻ ഞങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടല്ല, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കുട്ടേട്ടൻ്റെ സംസാരം കേട്ടപ്പോൾ കൺമണിക്ക് ദേഷ്യം വന്നു. അതേ കുട്ട, എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഇത് നിങ്ങളുടെയും കൂടി വീടല്ലേ? എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്കിവിടെ താമസിക്കാം. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആളും അനക്കവും ഒച്ചയും ഒക്കെ ഉണ്ടായത്. അമ്മാവൻ പറയുന്നത് ശരി വയ്ക്കുന്നത് പോലെയായിരുന്നു അമ്മയുടെയും അഭിപ്രായം. ജയശ്രീയും കൂടെയുള്ളത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ കൺമണിക്ക് എളുപ്പമാണ്. അവൾക്ക് പിന്നെ ആരാ ഉള്ളത് നിങ്ങളല്ലാതെ? ഇനിയുള്ള കാലം എല്ലാവരും സന്തോഷത്തോടു കൂടി ഇവിടെ അങ്ങ് കഴിയാം. ലക്ഷ്മിയമ്മ പറയുന്നത് കേട്ടപ്പോൾ ഭവാനിയും ജയശ്രീയും മുഖത്തോട് മുഖം നോക്കി. എന്താ കാശി നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അല്ലമ്മേ, ഞാൻ ചിന്തിക്കുകയായിരുന്നു. വൈദ്യർ മഠത്തിലേക്ക് ഇന്നലെ വിളിച്ചപ്പോൾ ചേച്ചിയെ ഒന്ന് കാണണമെന്ന് വൈദ്യർ പറഞ്ഞു. അന്നത്തെ ഷോക്കിലാണല്ലോ സംസാരം നിന്നു പോയത്. ചിലപ്പോൾ കുറച്ച് ദിവസത്തെ ചികിത്സ കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. നാളെ അവിടേക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു. ജയശ്രീക്ക് അത് കേട്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. തെറ്റുകൾ മാത്രമേ ആ കുടുംബത്തോട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ പോലും എപ്പോഴും തങ്ങളുടെ ഈ അവസ്ഥയിലും അവർ തങ്ങളെ ചേർത്ത് പിടിക്കുന്നല്ലോ എന്നോർത്ത്. തുടരും.